കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മുണ്ടിക്കൽ താഴത്ത് നടന്ന സംഘട്ടനത്തിൽ രണ്ടാൾക്ക് വെട്ടേറ്റു. സന്ദീപ്, ശബരി എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയായ രാജനാണ് ഇരുവരെയും വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റ സന്ദീപിനെയും ശബരിയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ പരിക്കേറ്റ രണ്ടുപേരുടെയും ആരോഗ്യനില എങ്ങനെയാണ്? ഈ വെട്ടി പരിക്കേൽപ്പിച്ച രാജനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? KP അല്പം മുമ്പാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മുണ്ടിക്കൽ താഴത്താണ് 2 പേർക്ക് വെട്ടേറ്റത്. ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സന്ദീപ്, ശബരി എന്നിവർക്കാണ് വെട്ടേറ്റത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള രാജനുമായി ഈ 2 പേരും സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ രാജൻ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ സന്ദീപിന്റെയും ശബരിയുടെയും മുഖത്ത് വെട്ടുന്നത്. ഉടൻ തന്നെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഈ പ്രതിയായിട്ടുള്ള രാജനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 3 പേരും തമ്മിൽ ചില സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഈ രാജന്റെ കയ്യിൽ നിന്ന് ഈ സന്ദീപ് 10 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഇത് തിരിച്ചു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കമാണ് പിന്നീട് ഇത്തരത്തിലൊരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്. KP, യെസ്, 2 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.